വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. സാധാരണ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പച്ചരിയിൽ കുറച്ച് പശയുണ്ട്. അത് കാരണം തന്നെ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒട്ടൽ വരുന്നുണ്ട്. അതിനൊരു ചെറിയൊരു ടിപ്പുണ്ട്, എൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്കിത് ചൂടുവെള്ളത്തിൽ വേണം കുതിർത്താൽ. അതുകൊണ്ട് ഒരുപാട് ചൂടുള്ള വെള്ളമല്ല, ചെറിയ ചൂടുള്ളൊരു വെള്ളം. നമ്മുടെ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് മാറി ചെറിയ ചൂടുണ്ടാവുമല്ലോ, അതൊഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് കുതിർത്താനായിട്ട്. പക്ഷേ ഇപ്പം വാഷ് ചെയ്യരുത്. വാഷ് ചെയ്യാതെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് 4 മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കാം. ഈ സമയത്ത് അതിലുള്ള പശയെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അരി പിന്നീട് വേണം നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ഞാൻ കുതിർത്തിയതിന് ശേഷം നല്ലതുപോലെ ഒരു 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അരിയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് തന്നെ ഈ അരിയുടെ ഒരുവിധം പശയെല്ലാം പോയിട്ടുണ്ടായിരിക്കും. പിന്നീട് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒട്ടും തന്നെ ഒട്ടത്തുമില്ല, ഞാൻ ഗ്യാരൻറ്റിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട നമുക്ക് 2 കപ്പ് ചോറാണ് വേണ്ടത്. പിന്നെ അതുപോലെ 1/2 കപ്പ് തേങ്ങയുമാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് ഊണിനെടുക്കുന്ന ചോറ് ബാലൻസ് വരുമല്ലോ, അത് മതിയാവും. ഇല്ലെങ്കിൽ നമുക്ക് 2 കപ്പ് വെള്ള അവിൽ മതിയായിരിക്കും, വെള്ളത്തിൽ കുതിർത്തി എടുത്താൽ മതി. ആദ്യം ഞാനൊരു മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് ഈ അരി 2 കപ്പ് അരി സുഖമായിട്ട് പോകും കേട്ടോ. അതിലേക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ സ്മൂത്തായിട്ട് വേണം, അതായത് ഒട്ടും തന്നെ തരി പാടില്ല കേട്ടോ. അപ്പത്തിന് ഒട്ടും തന്നെ തരി പാടില്ല. ഇനി ഇത് ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള മാവിലാണ് നമുക്കിനി ചോറ് ചേർത്ത് അരച്ചെടുക്കേണ്ടത്. ചോറും വളരെ സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാൻ 2 കപ്പ് ചോറും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് ഇനി തേങ്ങ ചേർക്കണം. തേങ്ങ ചേർക്കുമ്പോഴും നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഒത്തിരി അങ്ങോട്ട് വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. അപ്പം ഞാനത് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കേണ്ടി വരത്തില്ല. തേങ്ങ വെള്ളമോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കേണ്ട. നിങ്ങളിപ്പോൾ രാത്രി ഒരു 10 മണിക്കൊക്കെ ആട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു 8 മണിക്കൊക്കെ നല്ല വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇനി തിരക്കാണെങ്കിൽ നിങ്ങൾക്ക് ലേശം ഈസ്റ്റ്, ഒരു നുള്ളി ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ തലേന്ന് വന്ന ദോശയുടെ മാവിൻ്റെ 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും. നല്ലപോലെ ഫെർമെൻ്റായി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്തപ്പോഴത്തേക്ക് നല്ലതുപോലെ ഫെർമെൻ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ സ്പൂണിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഒന്ന് താഴ്ന്നു വരും കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഇതുപോലെ താഴ്ന്നു വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പോഴത്തേക്കും. ഇനി ഇതിൽ നമുക്ക് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ അറൗണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇത്രയും മാവിന് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സൈഡ് അതിൻ്റെ ലേസ് നല്ലൊരു ഗോൾഡൻ കളർ വരും. അതിനായിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ബേക്കിംഗ് സോഡ ഒത്തിരി എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആയിപ്പോയത്, വളരെ കുറച്ചേ എടുക്കാവൂ. അതായത് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അത് എടുത്തിട്ട് ഇതുപോലെ സ്പൂണിലെടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അറിയാമല്ലോ, അവിടെ ഇവിടെ കട്ടയായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ വരും അപ്പത്തിനൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ബേക്കിംഗ് സോഡ മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഇനി ഇതൊരു 15 മിനിറ്റ്സ് ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പഴയതുപോലെ തന്നെ അത് മാവ് പൊന്തി വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് താരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. മാവ് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് മാറ്റി വെക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേ പിന്നെയും മാവ് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി വളരെ പഴയൊരു കടായിയാണ്. എനിക്ക് ഇതിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലേസൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ അത്രയ്ക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചൂടായതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്നത് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ 1-2 അപ്പച്ചെമ്പുണ്ട്, പക്ഷേ അതൊന്നും ഒരു എന്താ പറയുക, തീരെ ഒരു ഭംഗിയില്ലാത്ത അപ്പമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഉപയോഗിക്കാറില്ല. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡൊക്കെ നല്ലതുപോലെ കണ്ടില്ലേ ഗോൾഡൻ കളറായിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യാമെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോറിനിപ്പോൾ കൂടുതലായിപ്പോയി എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. 1 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ് നിർബന്ധമായിട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ്
അമർത്തി അളന്നെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മളിങ്ങനെ കൈകൊണ്ട് കോരിയെടുക്കുമല്ലോ, ആ ചോറ് മതിയായിരിക്കും കേട്ടോ ഒരു കപ്പരിക്ക്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചേർക്കണം. ഇല്ലെങ്കിൽ വെള്ളാവിൽ അമർത്തി അളന്നെടുക്കുക. ഇതാണ് അളവെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരുകയാണ്, 1-2 അപ്പം ഉണ്ടാക്കി കാണിച്ചു തരുകയാണ്. നല്ല സോഫ്റ്റും സൈഡ് നല്ല ലേസൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി ഈ അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് നമുക്ക് വേറൊരു തരം അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഇത് തന്നെ കഴിച്ച് ബോറടിക്കുന്നവർക്ക് നമ്മൾ കള്ളപ്പം ഉണ്ടാക്കൂലേ, അതിൻ്റെ വേറൊരു സ്റ്റൈൽ. അതായത് ഒരു പിടി തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ ജീരകം ഏതെങ്കിലും എടുത്താൽ, പിന്നെ ഒരു 3 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ച് വെക്കുക കേട്ടോ. ഞാനിതൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിടും. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ മാറ്റി കാണിച്ചു തരാം. ഇതൊരു 7 അപ്പം ഉണ്ടാക്കാനുള്ള മാവാണ്. ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റിയാണ്. എന്നിട്ട് നമ്മൾ ഈ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഗസ്റ്റിൻ്റെ മുമ്പിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആവുകയും ചെയ്യാം. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാൽ. ഇത് ദോശ തവയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. നിങ്ങളിപ്പോൾ കള്ളപ്പമൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാം സെയിം മാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വട്ടയപ്പമായിരുന്നാലും ഇതെല്ലാം സെയിം മാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മൂടി വെക്കണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു നല്ലൊരു കളറിലുള്ള നല്ല അടിപൊളി ഒരു അപ്പമാണ്. എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൽ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോമായി എത്തുന്നവരെ ടിൽ ദെൻ സുരയാനിസിൻ, ടേക്ക് കെയർ, ബൈ ബൈ.